കർത്താവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ മനോഹരമായ ചിന്തകൾ നമുക്കൊരുമിച്ച് ചിന്തിക്കാനും ആലോചിക്കുവാനും ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ കൃപ ദൈവം നമുക്ക് തന്നു. ഇന്ന് അല്പസമയത്തെ ചിന്തകൾക്കായിട്ടൊരു തിരുവചന ഭാഗം ഞാൻ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നിന്ന് ഒരു വേദഭാഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അവൻ യെരിഹോവിൽ എത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന പേരുള്ള ഒരുവൻ യേശുവിനെ കാണുവാൻ ശ്രമിച്ചു. ഇവിടെ വായിച്ചതായിരിക്കുന്ന വേദഭാഗം അനവധി പ്രാവശ്യം നമ്മൾ വായിച്ചു കേൾക്കപ്പെട്ടതാണ്. അനേക ദൈവദാസന്മാരിലൂടെ കേൾക്കപ്പെട്ടതാണ്. കർത്താവായ യേശുദേവൻ യെരിഹോവിലൂടെ കടന്നു പോകുന്ന സമയത്ത് ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി, ആളിൽ കുറിയവനാണ്, യേശു വരുന്നു എന്ന് കേട്ടപ്പോൾ അവൻ മുൻപോട്ട് ഓടി ഒരു കട്ടത്തിന്മേൽ കയറി യേശു അതുവഴി കടന്നു വരുമ്പോൾ കാണുവാൻ തക്കവണ്ണം അവൻ ആഗ്രഹിച്ചു. ഏതു മനുഷ്യന്റെയും ജീവിതത്തിൽ യേശുവിനെ അറിയാനും യേശുവിനെ കാണുവാനും ആഗ്രഹമുള്ളവരാണ്. അത് മനസ്സിലാക്കുവാനുള്ള കഴിവുകളും പ്രാപ്തിയും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വന്നു ചേരുന്നതാണ്. ആകയാൽ ഇവിടെ വായിച്ചതായിരിക്കുന്ന വേദഭാഗം ഈ മനുഷ്യൻ യേശുവിനെ കാണുവാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ്. ഇന്ന് അനേക പ്രിയപ്പെട്ടവര് ഈ ലോകത്തിൽ ജീവിക്കുകയാണ്. ഇന്ന് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ആസക്തികൾ വർദ്ധിച്ചു. ഇന്ന് കേരളത്തിൽ സുലഭമായിട്ട് MDMA-യും മറ്റുള്ളതായിരിക്കുന്ന ലഹരി പദാർത്ഥങ്ങളും അതിസുലഭമായി ലഭിക്കപ്പെട്ട് വരുന്നതായിരിക്കുന്ന തലമുറകളുടെ ഭാവി അവരുടേതായിരിക്കുന്ന തലച്ചോറിലേക്ക് ഇത് പ്രവേശിച്ച് അവർ മന്ദബുദ്ധികളായി, അവർ ഭാവി നഷ്ടപ്പെടുന്നവരായി, വൈകല്യമുള്ളവരായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടങ്ങളിൽ മാതാപിതാക്കൾ ശക്തമായി ഉണരണം. അവർ ശക്തമായി എഴുന്നേൽക്കണം. അവർ ശക്തമായി പ്രാർത്ഥിക്കണം. വരുന്ന തലമുറകളിലെ കുഞ്ഞുങ്ങൾ അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറാൻ, അവർ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളായി മാറുവാൻ, അത് അവർക്ക് പഠിക്കാനുള്ള കഴിവുള്ളവരാണ്, അവർക്ക് പ്രാപ്തിയുള്ളവരാണ്. എന്നാൽ ഇതിന്റെ കെണിയിൽ ചെന്ന് വീണാൽ, ഇതിന്റെ കെണിയിൽ പെട്ടുപോയാൽ അവിടെ നിന്നും കരകയറുവാൻ കഴിയാത്ത അവസ്ഥയിൽ ആയിരിക്കുകയാണ്. ഈ നാളുകളിൽ അവർ യേശുവിനെ കാണുവാൻ ശ്രമിക്കുന്നവരാകണം. അതിലൂടെ അവർക്ക് സന്തോഷവും സമാധാനവും പ്രാപിക്കുവാൻ ഇടയായിത്തീരണം. അതവരുടെ ജീവിതത്തിൽ എന്നും സന്തോഷിക്കുന്ന അനുഭവങ്ങളാക്കി മാറ്റി, അവരുടെ ജീവിതത്തിൽ വലിയ ആശ്വാസകരമായ അനുഭവങ്ങളാക്കി മാറ്റി പുതിയ തലമുറകൾ അനുഗ്രഹമുള്ളവരായി മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. ഇവിടെ യേശുവിനെ കാണുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചതായിരിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ യേശു അതുവഴി കടന്നു വന്നു. യേശു അവിടെ കടന്നു വന്നിട്ട് ആ മരത്തിന്റെ ചുവട്ടിൽ അത്തിയുടെ കീഴിൽ നിന്നിട്ട് സക്കായിയെ നോക്കിയിട്ട് സക്കായിയെ വിളിച്ചു, സക്കായിയെ ഇറങ്ങി വരിക, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കുകയാണ്. യേശു നിന്റെ വീട്ടിൽ പാർക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. യേശു നിന്റെ ഭവനത്തിൽ വന്നാൽ ചിലതൊക്കെ എടുത്തു കളയേണ്ടി വരും. യേശുവിന്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ ഇടയായി തീരും. ഇവിടെ സക്കായിയുടെ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരികയാണ്. എന്തൊരു സന്തോഷകരമായ അവസ്ഥയാണ്. അവൻ ആഗ്രഹിച്ചത് യേശുവിനെ കാണാനാണ്. ഇപ്പോൾ ഇതാ യേശു, ലോകരക്ഷകനായിരിക്കുന്ന യേശു, ഇപ്പോൾ സകലത്തിനും മതിയായവനായിരിക്കുന്ന യേശു ഇപ്പോൾ എന്ത് ചെയ്യുന്നു? സക്കായിയുടെ ഭവനത്തിലേക്ക് കടന്നു ചെയ്യുന്നു. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ യേശു നമ്മുടെ ഭവനത്തിൽ ഉണ്ടാവണം. അവൻ നമ്മുടെ ഭവനത്തിന്റെ കിടാവിളക്കായിരിക്കണം. അവനായിരിക്കണം നാഥനായിരിക്കുന്നവൻ. അപ്പോൾ ചിലതൊക്കെ എടുത്ത് കളയുവാൻ നമ്മൾ ഇടയാകും. നമ്മൾ മുറുകെ പിടിച്ച പലതുമുണ്ട്, ചേർത്ത് വെച്ച പലതുമുണ്ട്, നമുക്ക് വേണ്ടാത്ത പലതുമുണ്ട്. അതെല്ലാം നമ്മൾ എടുത്തു കളയുന്നത് യേശു നമ്മളിലേക്ക് വരുമ്പോഴാണ്. നമ്മൾ പാട്ടൊക്കെ പാടി,
യേശുവിനുള്ളത്തിൽ വന്ന നാളിൽ എന്തു മാറ്റം വന്നു എന്നിൽ. യേശുവിന്റെ ഉള്ളത്തിൽ വന്നു കഴിയുമ്പോൾ എനിക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, എനിക്കുണ്ടാകുന്ന വിടുതലുകൾ, എനിക്കുണ്ടാകുന്ന സൗഖ്യം, എനിക്കുണ്ടാകുന്ന പ്രത്യാശ, അത് വലിയ അനുഭവം തന്നെയാണ്. അത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നിന്നും നിലനിൽക്കുവാൻ നിങ്ങൾ ഓരോ പ്രിയപ്പെട്ടവരും ഒരുങ്ങണമേ എന്ന് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഇവിടെ കടന്നു വന്നു, ഞാൻ നിന്റെ വീട്ടിൽ പാർക്കുന്നു, നമുക്ക് നിന്റെ വീട്ടിലേക്ക് പോകാം. അങ്ങനെ ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ എല്ലാം വൃത്തിയാക്കി, അവിടെയെല്ലാം പെട്ടെന്ന് ഭക്ഷണത്തിലുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചു. അന്ന് രാത്രി അവിടെ രാവാർത്തു, വേണ്ടതായിരിക്കുന്ന ഭക്ഷണങ്ങൾ ഒരുക്കി കൊടുത്തു. ആ ഭവനം തന്നെ ഒരുക്കി, അവർക്ക് ഭക്ഷണം ഒരുക്കി, ആ ദേശം ഒരുങ്ങി, സമൂഹം ഒരുങ്ങി. എല്ലാ പ്രിയപ്പെട്ടവരും എന്ന സഖായിയോടൊപ്പം യേശു ഇരിക്കുന്നത് കണ്ടപ്പോൾ ചില പ്രിയപ്പെട്ടവർ അസൂയ കൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ പറഞ്ഞത്, ഇവരും അബ്രഹാമിന്റെ മകനല്ലേ, അവനും മടങ്ങി വരേണ്ടതുണ്ട്. സഖായി രാവിലെ ഒരു തീരുമാനമെടുത്തു, ഞാൻ അധികമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ മടക്കി കൊടുക്കും. ഒരു തീരുമാനം. ഇന്നു മുതൽ ഞാൻ യേശുവിനെ അനുഗമിക്കുന്നു. പ്രിയമുള്ളവരെ, യേശുവിനെ അറിഞ്ഞാൽ നിങ്ങൾ അനുഗമിക്കും. യേശുവിനെ അറിഞ്ഞാൽ ഭവനം വേർതിരിക്കും. യേശുവിനെ അറിഞ്ഞാൽ ഭവനത്തിൽ അനുഗ്രഹവും വിടുതലും ഉണ്ടാകും. ആ വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അനുഗ്രഹമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിലൂടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കരുണയുള്ള ദൈവമേ, യേശുക്രിസ്തു പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിനായിട്ട് സ്തോത്രം. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പിതാക്കന്മാരെ, മാതാക്കളെ, സഹോദര സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന ആ കുഞ്ഞുങ്ങൾക്കായി എക്സാം നടക്കുകയാണ്, അവരെല്ലാവർക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജോലിയോടുള്ള ബന്ധത്തിൽ സ്വദേശത്തും വിദേശത്തും ഗൾഫിലും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ആയിട്ട് അനേക ആളുകൾ കുടുംബമായി പാർക്കുന്നു. പഠിക്കുവാൻ ഒരുപാട് കുഞ്ഞുങ്ങൾ കടന്നു പോയിരിക്കുന്നു. അവരെല്ലാം ഓർക്കുന്നു. രോഗികളായിട്ട് അനേക പ്രിയപ്പെട്ടവരെ ഭവനത്തിൽ വിശ്രമിക്കുന്നു. നീ അവരെ ആശ്വസിപ്പിക്കുകയും വിടുവിക്കുകയും ചെയ്യണമേ. ജന്മദിനം ആഘോഷിക്കുന്നവരെ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾക്കായിട്ട് സ്തോത്രം, വിടുതലായിട്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടെ ഇമ്മാനുവൽ പ്രയർ മിഷന്റെ കുറവ് എന്ന ഈ പ്രോഗ്രാം എല്ലാവിധമായ ആശംസകളും അനുഗ്രഹങ്ങളും